മലപ്പുറം ജില്ലയിലെ വൈദ്യുതി മേഖലയിലെ പ്രശ്നപരിഹാരത്തിന് പ്രത്യേക പാക്കേജ് നടപ്പാക്കുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ്. മലപ്പുറം ജില്ലയിലെ വൈദ്യുതി മേഖലയിലെ പ്രശ്നപരിഹാരത്തിന് പ്രത്യേക പാക്കേജ് നടപ്പാക്കുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ഇതിനായി 411 കോടിയുടെ വിവിധ പദ്ധതികളാണ് നടപ്പിലാക്കുക. സംസ്ഥാനത്ത് പകൽ ഉൽപ്പാദിപ്പിക്കുന്ന മിച്ചം വരുന്ന വൈദ്യുതി സംഭരിക്കാൻ സംവിധാനമില്ലാത്തതാണ് വൈദ്യുതി ക്ഷാമത്തിന്റെ പ്രധാന കാരണം. ഡാമുകളിൽ ആവശ്യത്തിന് ജലമില്ല. രാത്രി വൈദ്യുതി ഉപഭോഗം കൂടുന്നതുകൊണ്ട് കൂടിയ നിരക്ക് നൽകിയാണ് വൈദ്യുതി വാങ്ങുന്നത്. ഇതിന് ശാശ്വത പരിഹാരം കാണും. മലപ്പുറം ജില്ല നേരിടുന്ന വൈദ്യുതി പ്രതിസന്ധികൾക്ക് അടിയന്തരമായി പരിഹാരം കാണുന്നതിനായി മലപ്പുറം ആസൂത്രണ ഭവനിൽ ചേർന്ന MLA-മാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വോൾട്ടേജ് ക്ഷാമവും വൈദ്യുതി തടസ്സവും പരിഹരിക്കുന്നതിനും ഓരോ മണ്ഡലത്തിലെയും പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമാണ് മന്ത്രി നേരിട്ട് യോഗം വിളിച്ചത്. ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിലവിലുള്ള വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിനായി പുതിയ സബ്സ്റ്റേഷനുകളുടെ നിർമ്മാണം വേഗത്തിലാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. തകരാറിലായതും ശേഷി കുറഞ്ഞതുമായ ട്രാൻസ്ഫോമറുകൾ മാറ്റിസ്ഥാപിക്കാനും കൂടുതൽ പുതിയ ട്രാൻസ്ഫോമറുകൾ സ്ഥാപിക്കാനും KSEB ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. വൈദ്യുതിയുടെ പ്രശ്നപരിഹാരത്തിനായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള മലപ്പുറം പാക്കേജ് നടപ്പിലാക്കുന്നതിൽ വരുന്ന കാലതാമസം, ചില സാങ്കേതിക തടസ്സങ്ങളാണ്. അതിൻ്റെ ടെൻഡർ അക്സെപ്റ്റൻസിൽ വരുന്ന ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം വേഗത്തിൽ പരിഹരിച്ച് മലപ്പുറം പാക്കേജ് എത്രയും വേഗത്തിൽ നടപ്പിലാക്കാൻ യോഗത്തിൽ നിന്ന് ചർച്ച വന്നു, തീരുമാനം ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, മലപ്പുറത്തിൻ്റെ ജനസംഖ്യയും വിസ്തൃതിയും കണക്കിലെടുത്തുകൊണ്ട് 2 കാര്യങ്ങൾ: പുതിയ സബ്സ്റ്റേഷൻസ് വേണം, അതിൻ്റെ പ്രപ്പോസൽസ് ഉണ്ട്, ചിലത് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്, കൂടുതൽ ആവശ്യങ്ങൾ വന്നിട്ടുണ്ട്, അത് പരിശോധിക്കും, പരിഗണിക്കും. പിന്നത്തത് കൂടുതലായിട്ട് കൺസ്യൂമേഴ്സ് ഉള്ള സെക്ഷൻ ഓഫീസുകൾ, 30,000-30,000-ലധികം കൺസ്യൂമേഴ്സ് ഉള്ള സെക്ഷൻ ഓഫീസുകളിൽ അവർക്ക് ആവശ്യത്തിന് സമയബന്ധിതമായിട്ട് സേവനം ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ജീവനക്കാരുടെ എണ്ണത്തിലുള്ള കുറവുണ്ട്. അത് പരിഹരിച്ചുകൊണ്ടും പുതിയ സെക്ഷൻ ഓഫീസുകൾ ആരംഭിച്ചുകൊണ്ടും ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക, ഈ വിഷയങ്ങൾ. പിന്നെ കൂടുതൽ ലൈൻ വരിക, അതുപോലെ തന്നെ കൂടുതൽ ട്രാൻസ്ഫോമറുകൾ വേണം, ഉള്ള സബ്സ്റ്റേഷനുകളുടെ വിപുലീകരണം, ഇതൊക്കെയാണ് ഈ യോഗത്തിലെ പൊതുവിൽ ചർച്ച വന്നത്. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. മറ്റു ചിലത് കവിത പോലെ ഹൃദയം, ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.